അതായത് ആദ്യം കോൺഗ്രസിൻ്റെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് ഒരു KPCC പ്രസിഡന്റിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ KPCC പ്രസിഡന്റിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അവസാന ഓട്ടത്തിനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലം അവർ കാത്തിരുന്ന് കിട്ടിയിരിക്കുന്നൊരു ഭരണമാണ്. ഈ ഭരണം വന്ന് ഇത്ര ദിവസമായിട്ട് പോലും എന്തുകൊണ്ട് തങ്ങൾക്ക് ഒരു കോർപ്പറേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനം കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് തന്നെ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള മുറുമുറുപ്പുകൾ ഇപ്പോൾ കോൺഗ്രസിനകത്തുമുണ്ട്, ഘടകകക്ഷികൾക്കകത്തുമുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതായത് UDF അധികാരത്തിൽ വന്നതിന് ശേഷം വിജയാഘോഷത്തിന് മുഖ്യമന്ത്രിയുടെ അരികിൽ അല്ലെങ്കിൽ KPCC ഓഫീസിൽ എല്ലാവരും കൂടി ഒത്തുകൂടി എന്നതിനപ്പുറത്തേക്ക് UDFൻ്റെ ഒരു യോഗമായിട്ട് ചേർന്നിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഇപ്പം നിയമസഭയിൽ എത്തിയിരിക്കുന്ന ആളുകളെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് അവസരം ഇല്ലാതെ ഇങ്ങനെ പുറത്തു നിൽക്കുന്നത് എന്നുള്ളത് ഏറെ വേദനാജനകമായ കാര്യമാണ്. നമസ്കാരം സാർ. ഓണം കഴിഞ്ഞു, ഒപ്പം ഈ UDF സർക്കാരിൻ്റെ 100 ദിനവും കഴിഞ്ഞിരിക്കുകയാണ്. ഒരു 100 ദിന കർമ്മ പരിപാടികൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതല്ല നമ്മൾ ആലോചിക്കുന്നത്. ഓണം കഴിയുമ്പോൾ തന്നെ കുറച്ച് തീരുമാനങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ. അതിൽ പ്രധാനമായിട്ടുള്ളത് KPCC പ്രസിഡൻറ്റിനെ പറ്റിയാണ്. അതിനൊപ്പം തന്നെ അത്രയും തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ ബോർഡുകളുടെയും കോർപ്പറേഷനുകളുടെയൊക്കെ ഭാരവാഹികൾ അല്ലെങ്കിൽ ഓഫീസ് ബെയറേഴ്സ് ആരാന്ന് ഇതുവരെ തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതെല്ലാം ഓണം കഴിഞ്ഞ് തീരുമാനിക്കാം എന്നുള്ളൊരു ഉറപ്പിലാണ് ഇപ്പം പിരിഞ്ഞത്. ഓണം കഴിഞ്ഞു, ഇനി എന്തായിരിക്കും? ഈ ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം വരും? അല്ല, ഇന്നലെയായിരുന്നു തിരുവോണം, ഇന്നും ഓണമാണ്, 3ാം ഓണമാണ് ഇന്ന്. പക്ഷേ നാളെ തുടങ്ങി ഈ ചർച്ചകളൊക്കെ സജീവമാകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. അതായത് ആദ്യം കോൺഗ്രസിൻ്റെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് ഒരു KPCC പ്രസിഡന്റിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ KPCC പ്രസിഡന്റിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അവസാന ഓട്ടത്തിനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡുള്ളത്. അപ്പോൾ ആർക്കാണ് ഇപ്രാവശ്യം ലോട്ടറി അടിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഏതാനും ദിവസങ്ങൾ കൂടി നമ്മൾ കാത്തിരുന്നാൽ മതി. അന്നേരം നമുക്ക് മനസ്സിലാക്കാൻ അടുത്ത ഓണം വരെ എത്തത്തില്ല. അത്രയൊന്നും പോകത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ അദ്ദേഹം കുറച്ച് സമാധാനപരമായിട്ടാണ് ഭരിച്ചു പോകുന്നത്. ചില മാധ്യമങ്ങൾ മാത്രമാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നത്. പാർട്ടിക്കകത്തുനിന്നുള്ള വിമർശനങ്ങൾ വന്നു തുടങ്ങിയിട്ടില്ല. ഈ കോർപ്പറേഷൻ വിഭജനവും അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റിൻ്റെ നിയമനം, KPCC ഭാരവാഹികളുടെ നിയമനം, പുതിയ DCC പ്രസിഡന്റുമാരുടെ നിയമനം, പിന്നീട് DCC സെക്രട്ടറിമാരുടെ നിയമനം, ഇതൊക്കെ കഴിയുന്നതോടുകൂടി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനകത്തുനിന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയും മറ്റു പല നേതാക്കന്മാർക്കെതിരെയും സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. ആ ഒരു കാര്യം കൃത്യമായിട്ട് ധാരണയുള്ള ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചങ്ങോട്ട് പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ, ഈ വിമർശനങ്ങളും തെറിയൊന്നും കേൾക്കാതെ കുറച്ച് ദിവസം കൊണ്ട് പൊയ്ക്കോട്ടെ എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ടെന്ന് തോന്നുന്നു. ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ ഈ കോർപ്പറേഷൻ ബോർഡുകളുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഘടകകക്ഷികളുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയാണ് പൂർത്തിയാക്കേണ്ടത്. പക്ഷേ ഘടകകക്ഷികളുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് പോലും തുടക്കം കുറിച്ചിട്ടില്ല. ആദ്യം പ്രളയത്തെ കുറ്റം പറഞ്ഞു, രണ്ടാമത് ഈ പറഞ്ഞ ഓണത്തെ കുറ്റം പറയുന്നു. ഓണം കഴിയട്ടെ, ഓണം കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കാമെന്ന്. ഞാൻ വിട്ടത് ഓണത്തിന് ഘടകകക്ഷി നേതാക്കന്മാർക്ക് പലർക്കും കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആയിരിക്കും ഒരു പക്ഷേ ഒരു ബോർഡിൻ്റെ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനം എന്ന് പറയുന്നത്. അവരിപ്പോഴും നിരാശരാണ്. അവർക്ക് കഴിഞ്ഞ 10 വർഷക്കാലം അവർ കാത്തിരുന്ന് കിട്ടിയിരിക്കുന്നൊരു ഭരണമാണ്. ഈ ഭരണം വന്ന് ഇത്ര ദിവസമായിട്ട് പോലും എന്തുകൊണ്ട് തങ്ങൾക്ക് ഒരു കോർപ്പറേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനം കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് തന്നെ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള മുറുമുറുപ്പുകൾ ഇപ്പോൾ കോൺഗ്രസിനകത്തുമുണ്ട്, ഘടകകക്ഷികൾക്കകത്തുമുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ മുന്നണി യോഗം പോലും ഒരു പ്രാവശ്യം മാത്രം എന്തോ കൂടിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു ഇതുവരെ. അതായത് UDF അധികാരത്തിൽ വന്നതിന് ശേഷം വിജയാഘോഷത്തിന് മുഖ്യമന്ത്രിയുടെ അരികിൽ അല്ലെങ്കിൽ KPCC ഓഫീസിൽ എല്ലാവരും കൂടി ഒത്തുകൂടി എന്നതിനപ്പുറത്തേക്ക് UDFൻ്റെ ഒരു യോഗമായിട്ട് ചേർന്നിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അത് കഴിഞ്ഞ ഒരു പ്രാവശ്യം കണ്ടാണ്, കഴിഞ്ഞ മാസമാണോ ഈ മാസത്തിൻ്റെ ആദ്യ സമയത്തും കണ്ട ഒരു പ്രാവശ്യം യോഗം കൂടിയിരുന്നു. യോഗം കൂടി 2 മണിക്കൂർ കൊണ്ട് യോഗം അവസാനിച്ചു. കാരണം ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ UDF യോഗമാണ്. ആ UDF യോഗം 2 മണിക്കൂർ കൊണ്ട് അവസാനിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തായിരിക്കും ചർച്ച ചെയ്തിട്ടുണ്ടാവുക? ഒന്നും ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല. എല്ലാവരും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, അത് നമുക്ക് പരിഗണിക്കാം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലാതെ അതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ ഇനി ഈ ഓണം കഴിഞ്ഞിരിക്കുന്നു, ഓണം കഴിഞ്ഞു. ഇനി നാളെ മുതൽ അല്ലെങ്കിൽ മറ്റന്നാൾ മുതലായിട്ട് കൃത്യമായിട്ട് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ചില പ്രസ്താവനകൾ പുറത്തേക്ക് വരും. അവർക്ക് ഇനിയും അവർ കാത്തിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഘടകകക്ഷികളെ മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ഇതുവരെ ഒരു സ്ഥാനം കിട്ടാത്ത, അക്കോമഡേറ്റ് ആവാത്ത കുറേ ചെറു നേതാക്കൾ ഇപ്പോഴുണ്ട്. ഇവരൊക്കെ എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം. ഇപ്പോൾ കൃത്യമായിട്ട് വേറെ പാർട്ടിമാരൊക്കെ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് എന്താവാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ എല്ലാ ഭരണവും എടുത്ത് പരിശോധിച്ച് നോക്കുക. 2 ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ 3 ഗ്രൂപ്പുകൾ നിശ്ചിതമായ വിമർശനം മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടാവാറുണ്ട്. കാരണം പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഭരണകക്ഷിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കും. അതിപ്പോൾ ഏത് ഘടകകക്ഷിയുടെ ആയിക്കോട്ടെ, കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ, വലിയ ശക്തമായിട്ടുള്ള വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ ഈ മുന്നണിക്കകത്ത് തന്നെ പുറത്തേക്ക് വരും. അത് ഈ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനം
കിട്ടാതെ വരുന്നതോടുകൂടി തന്നെ ഒരുപാട് വലിയ രീതിയിൽ താൻ ചതിക്കപ്പെട്ടു, തനിക്ക് കിട്ടേണ്ട അവസരമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അത് കൂടാതെ തന്നെ ഇപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് ആരെങ്കിലുമൊക്കെ കോർപ്പറേഷൻ ചെയർമാനും ബോർഡ് മെമ്പർമാരും മറ്റേ ഒരുപാട് സമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നേതൃത്വത്തിലേക്ക് വരുന്ന സമയത്ത് ഇതെല്ലാം 2.5 വർഷത്തെ ഒരു ടേം സിസ്റ്റം ആക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ ടേം ഇല്ലാതെ കോൺഗ്രസിന് 5 വർഷത്തേക്ക് സമ്പൂർണ്ണമായിട്ട് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ആദ്യത്തെ 2.5 വർഷം എന്ന് പറയുന്നതിൽ 3 മാസം കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ 2.25 വർഷം പോലും ഇല്ല, 26 മാസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ 26 മാസം എന്ന് പറയുന്നത് 2.5 വർഷത്തിൻ്റെ പോലും ഇതാവുന്നില്ല. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ എത്ര സമരങ്ങൾ ചെയ്തിരിക്കുന്നു. അവർ ചെയ്ത സമരത്തിൻ്റെയും അവർ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണല്ലോ ഇവിടെ ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടത് LDF-നെതിരായിട്ട്. അപ്പോൾ അതൊക്കെ സർക്കാരിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവർ പരിഗണിക്കേണ്ടതുണ്ട്. അതല്ലാണ്ട് ഒരാൾ മുഖ്യമന്ത്രിയായി, കുറച്ച് പേർ മന്ത്രിമാരായി, മറ്റു ചിലർ MLA-മാരായി, ഇനി അവർക്ക് താഴെയുള്ള പ്രവർത്തകരുടെ ആ MLA ആകാൻ സാധിക്കാതെ 140 പേർക്ക് MLA ആകാൻ പറ്റത്തുള്ളൂ. അതിൽ 102 പേരും UDF-ൻ്റെ ഭാഗത്താണ് MLA-മാരായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ 102 പേർ MLA-മാരായി, ബാക്കി ഒരു 38ഓളം ആളുകൾക്ക് മത്സരിക്കാനായിട്ടുള്ള സീറ്റ് കിട്ടി. അവരൊക്കെ നിർഭാഗ്യവശാൽ വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. ഈ പരാജയപ്പെട്ടവരൊക്കെ മാറി നിൽക്കട്ടെ, പക്ഷേ ഈ ജയിച്ചവരെ കൂടാതെ അവസരം കിട്ടാതെ നിൽക്കുന്ന ആളുകളുണ്ടെന്നേ. ഒരു നിയമസഭാ സീറ്റിന് അർഹനായിട്ടും ആ നിയമസഭാ സീറ്റിന് മത്സരിക്കാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെ പരിഗണിക്കണ്ടേ, അവർക്ക് അംഗീകാരം കൊടുക്കണ്ടേ? ഇപ്പം നിയമസഭയിൽ എത്തിയിരിക്കുന്ന ആളുകളെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് അവസരം ഇല്ലാതെ ഇങ്ങനെ പുറത്തു നിൽക്കുന്നത് എന്നുള്ളത് ഏറെ വേദനാജനകമായ കാര്യമാണ്. അതുകൂടാതെ തന്നെ ഈ കോർപ്പറേഷൻ ബോർഡ് സ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കുന്ന സമയത്ത് പല പ്രാവശ്യം MLA-മാരായിട്ടുള്ള ആളുകൾ അവരെ ഒന്നും ഒരു കാരണവശാലും ഈ ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കരുത്. പല പ്രാവശ്യം MP-മാരായിട്ടുള്ള ആളുകൾ ഇവരെ ഒന്നും ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കരുത്. ഇവിടെ എത്രയോ സാധാരണ പ്രവർത്തകരുണ്ട്, സ്റ്റേറ്റ് ലെവലിൽ പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ ജില്ലാ തലത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊരു അവസരം വേണ്ടേ? അപ്പോൾ അവർക്കാണ് അവസരം കൊടുക്കേണ്ടത്. ഒരു പ്രാവശ്യമെങ്കിലും MLA ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ബോർഡോ കോർപ്പറേഷനോ കൊടുക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഒരു പ്രാവശ്യമെങ്കിലും MP ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ബോർഡോ കോർപ്പറേഷനോ കൊടുക്കാൻ പാടില്ല. കാരണം അവർ പല പ്രാവശ്യം ഇതൊക്കെ ആയിരിക്കുന്നതാണ്. അവർക്ക് പെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കോർപ്പറേഷൻ ബോർഡ് ചെയർമാൻമാർക്ക് പെൻഷനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിട്ട് വലിയൊരു കടമ്പയാണ് ഇനി കടക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഈ കോർപ്പറേഷൻ ബോർഡ് ചെയർമാൻ വിഭജനം എന്ന് പറയുന്നത് തന്നെ വലിയ രീതിയിലുള്ള ഒരു കീറാമുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സമയമെടുത്ത് തന്നെ ചെയ്യത്തുള്ളൂ. ഈ ഗവൺമെൻറ് ഇപ്പോൾ UDF ഗവൺമെൻറ് ഒരു ട്രാക്കിലേക്ക് കയറണം. ആ ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ബോർഡ് കോർപ്പറേഷൻ വിഭജനം നടത്താൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണത്തിനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും തെറിവിളികളും ഉയർന്നു വരും. അതാണ് കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അത് കൃത്യമായ ധാരണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഹൈക്കമാൻഡിനും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഏതൊക്കെയായാലും ഈ വരുന്ന ദിവസങ്ങളിൽ കോർപ്പറേഷൻ ബോർഡ് ചെയർമാൻമാരുടെ നിയമനം നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുക മാത്രമേ രക്ഷയുള്ളൂ. തീരുമാനം കോൺഗ്രസിൻ്റെയാണ്.